നിരവധി രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികൾക്ക് വേദിയായ കോഴിക്കോട് ടാഗോർ ഹാൾ ഇനി ഓർമ്മയാവുകയാണ്. ടാഗോറിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി നിർമ്മിച്ച കെട്ടിടം 52 വർഷത്തിന് ശേഷം പുതുക്കി പണിയുന്നതിനായാണ് പൊളിച്ചു നീക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിന്റെ ജന്മശതാബ്ദിയുടെ ഭാഗമായി രാജ്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രത്യേക ഫണ്ട് ഉപയോഗിച്ചാണ് കലാ സാംസ്കാരിക പരിപാടികൾക്കായി 1973 ടാഗോർ ഹാൾ പണിതത്. ഫിലിം ഫെസ്റ്റ്, നൃത്ത സംഗീത പരിപാടികൾ, നാടകോത്സവം, രാഷ്ട്രീയ പരിപാടികൾ തുടങ്ങി വിവിധ പരിപാടികൾക്ക് വേദിയായ കോഴിക്കോട് RC റോഡിലെ ടാഗോർ ഹാൾ കാലപ്പഴക്കത്താൽ ചോർന്നൊലിക്കാൻ തുടങ്ങിയിരുന്നു. ഇതോടെയാണ് പുതിയ കെട്ടിടം നിർമ്മിക്കാൻ തീരുമാനിച്ചത്. പഴയ കെട്ടിടം പൊളിച്ചു തുടങ്ങി. 68 കോടി രൂപയുടെ പദ്ധതിയാണ് കോർപ്പറേഷൻ തയ്യാറാക്കിയിട്ടുള്ളത്. 2000 പേരെ ഉൾക്കൊള്ളാവുന്ന വലിയ ഹാളും 150 പേർക്ക് ഇരിക്കാവുന്ന മിനി ഹാളും 3 മൾട്ടിപ്ലക്സ് തിയേറ്ററുകളും ബുക്ക് സ്റ്റോൾ, കോഫി ഷോപ്പ്, ഓപ്പൺ ആംഫി തിയേറ്റർ എന്നിവയും അടങ്ങിയ 3 നില കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. കൊമേഴ്ഷ്യൽ പ്ലേസ്, അടിയിലേക്ക് പോകുന്ന കാർ പാർക്കിംഗ്, സ്വച്ഛമായും സന്തോഷമായും ആസ്വദിക്കാനുള്ള ഒരിടം കൂടി ഈ ടാഗോർ സെനറി ഹാളിൻ്റെ അടുത്ത് നമ്മൾ വിഭാവനം ചെയ്തിട്ടാണ് ഇത് തുടങ്ങിയിട്ടുള്ളത്. അന്താരാഷ്ട്രപരമായ ഒരു സാഹിത്യ നഗര പദവി ലഭിച്ചപ്പോൾ അതിനൊരു ഓർമ്മയ്ക്കായി കൂടി ടാഗോർ സെനറി ഹാൾ മാറും എന്നൊരു സംശയമില്ല. പഴയ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഉടൻ നീക്കം ചെയ്യും. കേരള അർബൻ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്ത് പുതിയ കെട്ടിടം നിർമ്മിക്കാനാണ് കോർപ്പറേഷന്റെ തീരുമാനം. ആധുനിക സൗകര്യങ്ങളോടെയുള്ള കെട്ടിടത്തിന് 2 മാസത്തിനകം തറക്കല്ലിടും. കോഴിക്കോട് നിന്ന് അബിത്തിനൊപ്പം സമീസ് മുഹമ്മദ്, 24.